നമസ്കാരം. പത്രസമ്മേളനങ്ങളിലെല്ലാം ഞാനും പത്രക്കാരനാടോ എന്ന് പറഞ്ഞ് പത്രക്കാരെ മുഴുവൻ വിരട്ടി ചിരിപ്പിച്ചിരുന്നയാളാണ് മുഖ്യമന്ത്രിയായിരുന്ന ഇ.കെ. നായനാർ. ദേശാഭിമാനി പത്രം നായനാർക്ക് എന്നും ഒരു വികാരമായിരുന്നു. മരണശയ്യയിൽ പോലും ദേശാഭിമാനി നെഞ്ചേറ്റിയ സഖാവായിരുന്നു നായനാർ. എന്നാൽ അധികം ആർക്കും അറിയാത്തൊരു ചരിത്രം കൂടി നായനാരുടെ പത്രപ്രവർത്തന ജീവിതത്തിലുണ്ട്. ദേശാഭിമാനിയിൽ എത്തുന്നതിന് മുമ്പ് 10 മാസക്കാലം അദ്ദേഹം കേരള കൗമുദിയിലും പ്രവർത്തിച്ചിരുന്നു. കേരള കൗമുദിയിൽ എത്തുന്നതും രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ പേരിലായിരുന്നു. 1935 മൊറാഴ സംഭവത്തോടെ നായനാർ ഒളിവിൽ പോയി. പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് എത്തി. ഒളിവിൽ കഴിയാൻ സുരക്ഷിതമായ സ്ഥലം കേരള കൗമുദിയാണ് എന്ന് കണ്ടെത്തിയത് സഖാവ് കെ.സി. ജോർജ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കേരള കൗമുദിയിൽ സബ് എഡിറ്ററായി നായനാർക്ക് ജോലി കിട്ടി. കൊച്ചിക്കാരൻ മേനോൻ എന്ന പേരിലായിരുന്നു അവിടെ കഴിഞ്ഞത്. മാസം 100 രൂപ ശമ്പളം. IG ഓഫീസിലെ ഒരു ജീവനക്കാരനൊപ്പം നന്ദൻകോട്ട് താമസം. ആർക്കും സംശയമില്ല. ഒരു ദിവസം രാത്രിയിൽ നായനാർ പത്രത്തിൻ്റെ ഡെസ്കിൽ ജോലി ചെയ്യുകയാണ്. 1-ാം എഡിഷൻ പേജുകളെല്ലാം പോയതിനാൽ ഓഫീസിൽ നായനാരും ഒരു പ്രൂഫ് റീഡറും മാത്രം. അതാ ടെലിഫോൺ മുഴങ്ങുന്നു. നായനാർ ഫോൺ എടുത്തു. ഹലോ, ഇത് പാലസ് ഓഫീസിൽ നിന്നാണ്. കാർത്തിക തിരുനാൾ തമ്പുരാട്ടി തിരുവയർ ഒഴിഞ്ഞു. അത് പറയാനാണ് വിളിച്ചത്. ഫോൺ വെച്ചു. നായനാർക്ക് ദേഷ്യം വന്നു. പാതിരാത്രിക്ക് അവൻ്റെ ഒരു വിളി. തിരുവയർ ഒഴിഞ്ഞാൽ എനക്കെന്നാ വേണം? ഡോക്ടറെ കാണിക്ക്. പത്ര ഓഫീസിലേക്കല്ല വിളിക്കേണ്ടത്. നായനാർ അങ്ങനെ പലതും പിറുപിറുത്തു. ഇതെങ്ങനെ വാർത്തയാകും എന്ന് അദ്ദേഹത്തിന് പിടികിട്ടിയില്ല. രാജവാഴ്ചയല്ലേ, കൊട്ടാരത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണ്, കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഇതെങ്ങനെ വാർത്തയാക്കാം എന്നായി നായനാരുടെ അടുത്ത ആലോചന. അദ്ദേഹം പല രീതിയിൽ വാർത്ത എഴുതി നോക്കി. കാർത്തിക തിരുനാൾ തമ്പുരാട്ടിക്ക് വയറിളക്കം എന്നാക്കിയാലോ? അതിലെന്താ വാർത്ത ഇരിക്കുന്നത് എന്നായി അപ്പോഴത്തെ ചിന്ത. നായനാർ അല്പം എരിവ് കൂട്ടി. ഇന്നലെ രാത്രി പെട്ടെന്ന് വയറിളക്കം ബാധിച്ച് കാർത്തിക തിരുനാൾ തമ്പുരാട്ടി അവശനിലയിലായി. സംഭവം കൊള്ളാം, പക്ഷേ അങ്ങനെയൊന്നും കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇതായി അടുത്ത ചിന്ത. ഒടുവിൽ സ്വന്തം ചിന്തയ്ക്ക് വയറിളക്കം പിടിച്ചപ്പോൾ നായനാർ പ്രൂഫ് റീഡറുടെ സഹായം തേടാൻ തന്നെ തീരുമാനിച്ചു. തമ്പുരാട്ടിക്ക് തിരുവയർ ഒഴിഞ്ഞു എന്ന് കൊട്ടാരത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഈ വാർത്ത എങ്ങനെയാണ് എഴുതേണ്ടത്? ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, ഇത് മതിയാകുമോ? പ്രൂഫ് റീഡർ വാർത്ത വായിച്ച് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. തമ്പുരാട്ടിക്ക് തിരുവയർ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തമ്പുരാട്ടി പ്രസവിച്ചു എന്നാണ് അർത്ഥം. അതായത് തിരുവിതാംകൂറിന് അടുത്ത കിരീടാവകാശി ജനിച്ചു എന്നർത്ഥം. ഇത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് എന്ന് പറഞ്ഞ് പ്രൂഫ് റീഡർ നായനാരെ സഹായിച്ചു. അതങ്ങനെ വലിയ തലക്കെട്ടോടെ പത്രത്തിൽ അച്ചടിച്ചു വരികയും ചെയ്തു. അല്ലായിരുന്നെങ്കിൽ പത്രചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി നായനാരുടെ വാർത്ത മാറുമായിരുന്നു.